Hi guys. Hi guys. Welcome back to my YouTube channel. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗാണ്. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഡേയുടെ ഒരു വ്ളോഗാണ് ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത്. അല്ല, നമ്മുടെ ആദ്യക്കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് അതിൻ്റെയാണ് വ്ളോഗ് എടുക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളും ബർത്ത്ഡേ സെലിബ്രേഷനും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഉച്ച സമയമായി, ഒരു 12 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവൻ്റ് നടക്കുന്നതൊക്കെ വേറൊരു സ്ഥലത്താണ് കേട്ടോ, വീട്ടിലല്ല ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവൻ്റ് നടക്കുന്ന വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങളിത് ഇവിടെ എത്തി കേട്ടോ. എത്തി ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ ബർത്ത്ഡേ ബോയ് ആദുമാ ഓയ്. വിശേഷം വന്നാൽ നമുക്ക് ഇല മുഖ്യമാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല പറമ്പുള്ളോട് പ്രശ്നമില്ല. ഇഷ്ടം പോലെ വാഴയും വാഴയിലുണ്ട്. അടിച്ചു മാറ്റിയാൽ എല്ലാവരുടെയും പറമ്പിൽ കയറി മോഷ്ടിക്കുന്ന അമ്മ, കൊച്ചിന്റെ അമ്മ. നമ്മളിവിടെ അമ്പലത്തിൽ അടിച്ചു മാറ്റാറുള്ളത്. മോഷണം പിന്നെ നമുക്ക് പണ്ടേ വീക്ക്നെസ് ആണ്. കണ്ടാ, ഇതാ ഇങ്ങനെയാണ് ഇല വെട്ടുന്നത്. ഇവിടെ ഒരുത്തി മറ്റേ മീൻ മുറിക്കും കണക്ക്. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ, ഉച്ചത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഈ കുട്ടിക്കും മാതുക്കുട്ടിക്കൊക്കെ ഞാൻ ചോറ് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. കുറച്ച് നേരം, അധികം സമയമില്ലായിരുന്നു. നമ്മൾ വേഗം തന്നെ ഹറിബറിയായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ ഇറങ്ങുമായിരുന്നു. ഏതേടെ ബർത്ത്ഡേ കുട്ടി. അപ്പോൾ നമ്മളൊക്കെ ഇതേ ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇവക്കുട്ടിയുടെ അട്ടയർ കാണിച്ചു കൊടുത്ത ഇവ. ഓ, ഇതാരാ പോണേ. അപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ. ഞങ്ങളിതേ അങ്ങോട്ട് നടക്കുക. വണ്ടിയിലേക്ക് കയറാനായിട്ട് അങ്ങോട്ട് നടക്കുക. പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിൽ പോവാണ്. നമ്മൾ ഇവിടെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ഇവന്റ് നടക്കുന്ന ട്രിവാൻഡ്രത്തുള്ള ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഡെക്കോറൊക്കെ പോയി ഒന്ന് നോക്കാനായിട്ട് മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ലെറ്റ്സ് സീ. അവരിപ്പോൾ ദേ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണേ. ഫംഗ്ഷൻ 6 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുള്ള ചെറിയ ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ആദ്യക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ആദ്യക്കുട്ടി ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ടിരിക്കുന്നു. യുവക്കുട്ടി പുറകെ കിടന്ന് ഓട്ടവും ബഹളമായിട്ട് നിൽക്കുവാണ്. ഞാനിവിടെ ഇങ്ങനെ അവരും വ്ളോഗ് ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇടയ്ക്ക് ആദുവിനെ ഫീഡ് ചെയ്യാൻ പോകുന്ന സമയത്തിന് ഇച്ചിരി സമയം ഞങ്ങൾക്കായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻലി യുവക്കുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു അവർ മെയിൻലി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ പോസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെയും മോൻ്റെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ആക്ച്വലി അവരോട് അങ്ങോട്ട് പറയാനിരുന്നപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് ടൈം എനിക്കൊരു 5 to 10 minutes കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാളിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി. നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടി വെയിറ്റ് ചെയ്യുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിന് നമ്മളെല്ലാം റെഡിയായിരിക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ച് ആദുവിൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാട്ടോ. അവനൊരു വിധത്തിലിരിക്കുന്നില്ലായിരുന്നു, ഭയങ്കര നിർബന്ധമായിരുന്നു. തിരക്കൊക്കെ കണ്ടിട്ടാകെ അവൻ വല്ലാണ്ടിരിക്കുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാനും ദേവനും ഒരുമിച്ച് പഠിച്ചതാണ്, അതായത് വർഷയുടെ ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടാവും രാത്രി. എന്തൊക്കെയാണ് മെനു എന്നുള്ളതൊന്നും എനിക്കിന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഒരു ദിവസം ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മളിത് ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ